നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഈ കുറുമ്പനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിന്ന് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. ഈ ചേച്ചിക്കുട്ടിക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉള്ള കാരണം അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും കണ്ണൻകുട്ടിയും കൂടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കണമെന്ന് കണ്ടതും അവനിങ്ങനെ ഓരോ ഡാൻസൊക്കെ വന്നു. ഭയങ്കര പോസൊക്കെയാണ് ഫേസിൽ, എന്നാലും ഓരോ ഡാൻസൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവനെ കളിക്കുന്ന കുറുമ്പൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം എന്നാൽ അങ്ങനെ ബസ് കയറാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കുറച്ച് നല്ല ഇൻട്രസ്റ്റിൽ കളിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ റിലാക്സ് ആണ്, ഇതൊക്കെ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് കണ്ടപ്പോൾ അവൻ ഭയങ്കര ഫോഴ്സായിട്ട് വരികയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പാടത്തിൻ്റെ വരമ്പത്ത് കൂടെ ഇങ്ങനെ പോകാൻ കേട്ടോ. ഷോർട്ട് കട്ട് ഉണ്ട്, റോട്ടിൽ കൂടെ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് ഇതിലേ പോകാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിലേ പോകണം കേട്ടോ. കണ്ടാ ഞങ്ങളുടെ ഭംഗി കണ്ട, അവിടുത്തെ പച്ച വിരിച്ച് നിൽക്കുന്ന പാടമൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയോ. അതിങ്ങനെ ഞാനും അവനും കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ്. അവൻ എന്തൊക്കെയോ കുറേ സംശയങ്ങളൊക്കെ എൻ്റെ ചോദിച്ചു കേട്ടോ. മമ്മേ ഇതെന്താ അതെ നമുക്ക് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുള്ളൂ, ഈ ഏജ് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ റോട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവങ്ങനെ പുറകിൽ അവൻ്റെ പുതിയ ഷൂ ഒക്കെ ഇട്ട്, ഈ ഷൂ ഇട്ടാ സ്പീഡ് കൂടും മമ്മേ, ഈ ഷൂ ഇട്ടത് കൊണ്ടാണോ അങ്ങനെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞങ്ങനെ എന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളങ്ങനെ സ്കൂളൊക്കെ എത്തി. ബസ്സിന് വീഡിയോ ഒന്നും എടുത്തില്ല, ബസ്സിൽ ഫോൺ പൊക്കി പിടിച്ചാൽ ആകെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് അവൻ്റെ ബാഗിനല്ല അവൻ്റെ പോക്കറ്റിനകത്ത് ഒരു ചെറിയ കാറിനൊക്കെ അടിയിൽ ലൈസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എടുത്തതാ മമ്മയെന്ന് പറയുമ്പോഴേക്കും എൻ്റെ മേലെ ഒരു തുമ്മൽ തുമ്മി, എൻ്റെ കയ്യിൽ അതാണ് വെള്ളം ഒറ്റിയത്. പിന്നെ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ആ ചേച്ചിക്കുട്ടനെയും വിളിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ കയറി. എന്താ ഈ കരച്ചിലെന്ന് അറിയോ, എനിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരേ കരച്ചിൽ. സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്കത് പറ്റില്ല, കളിപ്പാട്ടം തന്നെ വേണമെന്ന് പറഞ്ഞ് കരയാണ്. പിന്നെ ബസ് സ്റ്റോപ്പൊക്കെ എത്തുമ്പോഴേക്കും ഉറങ്ങിയിട്ടോ, തോളി കിടന്ന് ഉറങ്ങിയിട്ട് ഇങ്ങനെ ഞാനും ചേച്ചിക്കുട്ടിയൊക്കെ കൂടി ഇങ്ങനെ നടക്കണം. അവൾക്കാണെങ്കിൽ ഡാൻസൊക്കെ കളിച്ച് ഇത്തിരി ക്ഷീണമുണ്ട്, പുറം വേദനിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്താറായിട്ടോ.